കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയെ കാഞ്ഞങ്ങാട് എത്തിച്ചു. ലൈംഗികാതിക്രമം നടത്തി ഉപേക്ഷിച്ച കേസിലെ പ്രതി പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. സിജു കണ്ണൻ ചേരുന്നുണ്ട്. കാസർഗോഡ് നിന്നും വിശദാംശങ്ങളുമായി സിജു. PS സലീമിനെ അന്വേഷണ സംഘം കാഞ്ഞങ്ങാട് എത്തിച്ചു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. നാളെയാകും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടക്കുകയല്ലേ? രാത്രി 9 മണിയോടെയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി കുടക് സ്വദേശിയായ PS സലീമിനെ കാഞ്ഞങ്ങാട് എത്തിച്ചത്. അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് PS സലീമിനെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തു വന്നത്. നേരത്തെ ഈ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്ത് 12 വർഷത്തോളമായി താമസിക്കുന്നയാളാണ് പ്രതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഒരു പോക്സോ കേസിലും കുടകിൽ മാലപൊട്ടിക്കൽ കേസിലുമെല്ലാം പ്രതിയാണ് ഈ PS സലീം. നേരത്തെ വീടിനടുത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. തുടർന്ന് പ്രതി ഫോൺ ഉപയോഗിക്കാത്തത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരുന്നു. അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ബന്ധുവായ ഒരാളെ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് നിർണായകമായത്. തുടർന്ന് ആ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 10 ദിവസങ്ങൾക്കൊടുവിൽ പ്രതി പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. നാളെ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 26 പോലീസ് പേരടങ്ങുന്ന സംഘമാണ് വളരെ പ്രധാനപ്പെട്ട ഈ കേസിൽ അന്വേഷണം നടത്തിയത്. ദൃക്സാക്ഷിയില്ലാത്ത ഒരു കേസ്, അതോടൊപ്പം തന്നെ ഈ മറ്റ് ഫോൺ ഉപയോഗിക്കാത്ത ഒരു പ്രതി, അങ്ങനെ വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്നത്. വിനിഷ. ശരി സിജു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി ഉപേക്ഷിച്ച കേസിലെ പ്രതി ആന്ധ്രാപ്രദേശിൽ പിടിയിലായിരുന്നു. ഈ പ്രതിയെ കാഞ്ഞങ്ങാട് എത്തിച്ചിട്ടുണ്ട്. സിജു കണ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.